ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് 5 സ്റ്റാൻഡേർഡ് 5 അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 കേട്ടോ. പുതിയ ബുക്കൊക്കെ ആയിട്ടില്ലേ, പുതിയ ബുക്കൊക്കെ മാറി 2024 ആ ബുക്കാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ഒറ്റയല്ല ഒരു ജീവിയും അല്ലേ, ഒറ്റയല്ല ഒരു ജീവിയും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നോക്കാം. ഈ ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രം എന്താണ് നിരീക്ഷിക്കുന്നത്? ഈ ചിത്രത്തിലെ പക്ഷി ഏതാണ്? കണ്ടുണ്ടോ ഈ ചിത്രത്തിലെ പക്ഷി? ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? എന്താണ് ഇതിൻ്റെ ഭക്ഷണം? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിൻ്റെ കാരണം? എന്താ ഈ പക്ഷി എവിടെയാണ് കാണുന്നത്? അതിന് കാരണം എന്താണ്? അതായത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് ഈ പൊന്മാൻ താമസിക്കുന്നത്. എന്താണ് ഇത്? പൊന്മാനാണ് ഈ പക്ഷി അല്ലേ. ഇത് മീനാണ് അധികം അതിൻ്റെ ഫുഡ് അല്ലേ. പിന്നെ അത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് ഈ പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം വെള്ളമുള്ളിടത്ത് സമീപമാണ് മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത് അല്ലേ. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ഇല, പുല്ല്, അങ്ങനത്തെ ഒക്കെ അല്ലേ. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തി എഴുതൂ. അതായത് സസ്യഭാഗങ്ങൾ, അതായത് ഇലകളും പുല്ലുകളൊക്കെ കഴിക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനുണ്ട്, മുയലുണ്ട്, പശുവുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഒക്കെ എഴുതാം അല്ലേ. അതെ, വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രം കണ്ടോ? കണ്ടില്ലേ? ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. എന്തൊക്കെയുണ്ട്? ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ എന്താ? ചിത്രത്തിൽ എന്തൊക്കെ ജീവികളുണ്ട്? ചിത്രത്തിൽ കുക്കുണ്ട്, കാക്കയുണ്ട്, ഉച്ചുണ്ട്, ആമയുണ്ട്, പാമ്പുണ്ട്, തവള ഉണ്ട്, പിന്നെന്താണ് പച്ചത്തുള്ളുണ്ട് അല്ലേ, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? മീൻ അല്ലേ, ചെറുമീനുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് സസ്യാഹാരമാക്കുന്നത്? എന്തൊക്കെയാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്നത്? എന്താണ് ആമണ്ട് അല്ലേ. പിന്നെ ഈ പച്ചത്തുള്ളി അല്ലേ, അതൊക്കെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന അല്ലേ. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളുണ്ട്? ചെറുമീനെ ആഹാരമാക്കുന്നത് കൊക്കുണ്ട്, കാക്ക ഉണ്ട് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് എഴുതുക. ഓക്കെ. ദെൻ ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നത്? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു അല്ലേ. വലിയ മീനുകളോ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു അല്ലേ. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, സസ്യം കഴിക്കുന്ന എന്തൊക്കെയാണ്? ചെറുമീൻ കഴിക്കും അല്ലേ. പിന്നെ പുഴു സസ്യം കഴിക്കുന്നത് അല്ലേ. പിന്നെ ആമ അല്ലേ, അതൊക്കെ എന്താണ്? സസ്യം കഴിക്കുന്നതാണ് അല്ലേ. പിന്നെ വലിയ മീൻ, ഈ ചെറുമീൻ ആഹാരമാക്കുന്ന ഏതാ? വലിയ മീനും തവളയൊക്കെ ചെറുമീൻ ആഹാരമാക്കും അല്ലേ. പുഴുവിന് എന്താ കഴിക്കുന്നത്? പുഴുവിനെ എന്തൊക്കെ കഴിക്കുന്നു നോക്കിയാൽ? പുഴുവിനെ എന്താ കഴിക്കുക? പുഴുവിനെ കഴിക്കുന്നു. തവള പുഴുവിനെ കഴിക്കും അല്ലേ. കഴിക്കുമോ? കാക്ക അല്ലേ. പിന്നെ വലിയ മീനിനെയും തവളേനെയും എന്താണ്? കൊക്ക് കഴിക്കും അല്ലേ. കണ്ണി ചേർന്ന് മാൻ, മുയൽ, ഇതെന്താണ് ഇവിടെ നോക്ക് ഓരോന്നും. ഇതിനെ ഈ സസ്യത്തിലെ ചെറുമീനും പുഴുവും ഇതൊക്കെ കഴിക്കുന്നതാണ് അല്ലേ. ആമയും ഇതൊക്കെ കഴിക്കുന്നതാണ് സസ്യത്തിന് അല്ലേ. അതുപോലെ ചെറുമീനിനെ കഴിക്കുന്ന വലിയ മീനും തവള മീനുമാണ്. അതുപോലെ വലിയ മീനെയും തവള മീനെയും തിന്നുന്നത് എന്താണ്? കൊക്കാണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി കണ്ണി ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ് അല്ലേ. മാനും മുയലും പുൽച്ചാടിയും ഒക്കെ അതൊക്കെ തുടങ്ങിയ ജീവികൾ ഈ സസ്യങ്ങളെ പ്ലാന്റ്സിന്, അതായത് ഈ ഇലയും അതുപോലെ ഇതൊക്കെ കഴിക്കുന്നതാണ് അല്ലേ. ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതായത് മാനും മുയലും പുൽച്ചാടി ഇതൊക്കെ ജീവികൾ സസ്യങ്ങൾ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ ഈ മാനും മുയലും പുൽച്ചാടിനെയൊക്കെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളുടെ കൂടി ഉൾപ്പെടുത്തി ഈ ആഹാരബന്ധം പൂർത്തിയാക്കാൻ. ഒന്നാലോചിച്ച് നോക്കിയാൽ, സസ്യത്തിന് ആഹാരമാക്കുന്നുണ്ട് മാന്, പിന്നെ സസ്യത്തിന് ആഹാരമാക്കുന്നത് മുയൽ, സസ്യത്തിന് ആഹാരമാക്കുന്നത് എന്താണ്? പുൽച്ചാടിയൊക്കെ അല്ലേ. അപ്പോൾ ഈ മാനിനെ ആഹാരമാക്കുന്നത് എന്താണ്? മുയലിനെ ആഹാരമാക്കുന്നത് എന്താ? പുൽച്ചാടിയിൽ ആഹാരമാക്കുന്നത് എന്തൊക്കെയാണ് എന്ന് എഴുതുക. മാനിനെ ആഹാരമാക്കുന്നത് എന്താണ്? കടുവ അല്ലേ. മുയലിനെ
എന്താണ് സിംഹം എന്നൊക്കെ എഴുതാം അല്ലേ, അല്ലെങ്കിൽ കുറുക്കെന്ന് എഴുതാം, ഒക്കെ തിന്നാണ് അല്ലേ. പിന്നെ ഒന്ന് മാത്രമല്ല പലതും തിന്നു അല്ലേ, ആനിമുയലിനൊക്കെ. പിന്നെ പുൽച്ചാടീനെ ആഹാരമാക്കുന്നത് തവള അല്ലേ. നോക്ക്, പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കൂടുതൽ ജീവികൾ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കുക. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്ത്? ആഹാര ശൃംഖലാജാലം. എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്ത്? ആഹാര ശൃംഖലാജാലം. ഓക്കെ, ദെൻ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ സസ്യത്തിൽ എന്താണ് കഴിക്കുന്നത്? മാൻ കഴിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഈ പോത്തും കഴിക്കുന്നുണ്ട് അല്ലേ, പശു കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മാനിനെയും ഈ പശുവിനെയും എന്താണ്? കടുവ കഴിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ സസ്യത്തിനെ നമ്മൾ എന്താണ് ആരൊക്കെ കഴിക്കുന്നുണ്ടൊക്കെ? ഈ പശു കഴിക്കുന്നുണ്ട്, പുൽച്ചാടി കഴിക്കുന്നുണ്ട്, എലി കഴിക്കുന്നുണ്ട്, മാൻ കഴിക്കുന്നുണ്ട് അല്ലേ. ഈ എലീനെ പൂച്ച കഴിക്കുന്നുണ്ട്, തിന്നുന്നതാണ് അല്ലേ. പുൽച്ചാടിനെ പക്ഷിയും പിന്നെ ഈ മങ്കിയും കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ പക്ഷീനെ കുറുക്കാൻ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എലീനെ പൂച്ച കഴിക്കുന്നുണ്ട് അല്ലേ. പൂച്ചനെ കടുവ കഴിക്കുകയാണ്. അതുപോലെ മങ്കീനെയും കടുവ കഴിക്കും അല്ലേ. പിന്നെ കുറുക്കനെ കഴുകാൻ കഴിക്കും. പിന്നെ ഈ മാനിനെ കടുവ കഴിക്കും. പിന്നെ ഈ കടുവേനെയും പശുവിനെയും ഈ കുറുക്കനെയും ഒക്കെ എന്താണ്? ഈ കഴുകനും കഴിക്കും അല്ലേ. അതാണ് ഈ എന്താണ് ഈ ഫുഡ് വെബ് എന്ന് പറയുന്നത് കേട്ടോ. ആഹാര ശൃംഖലാജാലം ഇതാണ് കേട്ടോ. ഇത് നോക്കൂ, ശൃംഖലകൾ കടലിലും ഉണ്ട് അല്ലേ. ശൃംഖലകൾ എന്താണ്? കരയിൽ മാത്രമല്ല ഉള്ളത് അല്ലേ. ഇപ്പൊ കടലിലും ഉണ്ട് അല്ലേ. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ അല്ലേ. കരയത്തെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടു അല്ലേ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. നോക്ക്, ചെറുമീൻ, മത്തി, സ്രാവ് അല്ലേ. സ്രാവ്, മത്തി, ചെറുമീൻ, കടലാമ, പ്ലവകങ്ങൾ അല്ലേ. എന്താണ്? പ്ലവകങ്ങൾ. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി എന്താക്കുക? ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കുക. ജീവി, സ്രാവ്. സ്രാവിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? കടവ, മീനുകൾ, കടലാമയൊക്കെ സ്രാവ് കഴിക്കും അല്ലേ. പിന്നെ മത്തി കഴിക്കുന്നത് എന്താണ്? ചെറുമീനുകളും പ്ലവകങ്ങളുമാണ്. പിന്നെ കടലാമ കഴിക്കുന്നത് സസ്യഭാഗങ്ങളും എന്താണ് മീനുകളും അല്ലേ. ചെറുമീനുകൾ കഴിക്കുന്നത് എന്താണ്? ഈ പ്ലവകങ്ങൾ അല്ലേ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണിത് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ അല്ലേ. ഈ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? ഈ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ഇനി എത്ര ആഹാര ബന്ധങ്ങൾ നോക്കൂ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കുക. നിങ്ങളുടെ പരിസരത്തുള്ള മരത്തെ കുറച്ച് ദിവസം എന്താണ് നിങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കുക. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആഹാര ശൃംഖലാജാലം നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കുക. നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. എന്താണ്? ചിത്രം കണ്ടില്ലേ? ഇനി കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം അല്ലേ. ഇതൊക്കെ എന്താണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ വേണ്ടതാണ് അല്ലേ, ആവശ്യമാണ്. കുളത്തിലെ മറ്റ് ജീവികൾക്ക് നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ല ഉണ്ട് അല്ലേ. സൂര്യപ്രകാശം, ജലസസ്യങ്ങളൊക്കെ എന്താണ്? കുളത്തിലെ മറ്റ് ജീവികൾക്കും നിലനിൽക്കാൻ ആവശ്യമുണ്ട്. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അതിൽ ജീവനുള്ളതുകൊണ്ട് ജീവനില്ലാത്തതും ഉണ്ട് അല്ലേ. ജീവനുള്ളത് എന്താ? മീന്, പിന്നെന്താണ്? ജലസസ്യങ്ങൾ അല്ലേ. അതൊക്കെ എന്താണ്? ജീവനുള്ളതാണ്. എന്താണ്? ജീവനില്ലാത്ത എന്തൊക്കെയാണ്? കല്ല്, അങ്ങനത്തെ കുറച്ചുണ്ട് അല്ലേ. അതൊക്കെ എഴുതുക. ദെൻ ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ അല്ലേ. നിരവധി ജീവികൾക്ക് എന്താണ്? നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണെന്ത്? വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് അല്ലേ. നിരവധി ജീവികൾക്ക് എന്താ? നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയലിൽ. വയലിൽ എന്താണ്? ഒരുപാട് ജീവികളുണ്ട് അല്ലേ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത് അല്ലേ, ഹാബിറ്റാറ്റ്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾക്ക് നമുക്ക് ചുറ്റുമുണ്ട്? വയലുണ്ട്, കുളം ഒരു ആവാസമാണ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. നോക്കൂ, ഇതാണ് ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലേ. എന്താണ്? എന്തെല്ലാം ജീവികളുടെ ആവാസമാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ഈ ഉദ്യാനത്തിലുണ്ട്? നിരീക്ഷിച്ചിട്ട് കുറിപ്പ് എഴുതുക.
അപ്പം നിരീക്ഷണക്കുറിപ്പ് എന്തെല്ലാം വേണം? നിരീക്ഷണ ഉദ്ദേശം വേണം, പിന്നെന്താണ്, സാമഗ്രികൾ വേണം, ആവശ്യമെങ്കിൽ നിരീക്ഷണ സാഹചര്യം വേണം, എവിടെ എങ്ങനെ എപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ കണ്ടെത്തലുകളും നിഗമനവും വേണം. ഓക്കെ. ദെൻ ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ അല്ലേ. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചാണ് എന്ത് ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നത്? നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് അല്ലേ. ഓരോ ജീവിക്കും എന്താണ്? അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കുക. ഓരോ ജീവിക്കും അനുയോജ്യമായ ഒരു ആവാസമുണ്ട് അല്ലേ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് ഒരു നിർവചനം രൂപീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തുക. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? നോക്കൂ, കണ്ടോ? ഏതെല്ലാം ആവാസങ്ങളാണ് അവിടെ കാണുന്നത്? പുൽമേടുകളുണ്ട്, മരുഭൂമിയുണ്ട്, പിന്നെന്താണ്, തടാകമുണ്ട്, പിന്നെ മഞ്ഞ് ഉള്ള പ്രദേശമുണ്ട് അല്ലേ. ആഹാര കാർഡ് നോക്കൂ. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി കാക്ക. ഇതിൻ്റെ ആഹാരം എന്തൊക്കെയാ? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ അല്ലേ. മൃതാവശിഷ്ടങ്ങൾ അല്ലേ, ഇതൊക്കെയാണ് കാക്കേൻ്റെ ആഹാരം. ജീവിൻ്റെതോ ആട് അല്ലേ. ഈ ജീവി എന്താ? ആടാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? ആടിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ ആട് കഴിക്കും അല്ലേ. ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 ജീവികളുടെ ആഹാര കാർഡ്. ഇനിയാണെങ്കിൽ കടുവാന്ന് എഴുതുക, ജീവി കടുവാന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക? അതിൻ്റെ ആഹാരം എന്തൊക്കെയാണ് എഴുതുക. പിന്നെ എന്താണ്, പിന്നെ കുരങ്ങൻ എന്ന് പറഞ്ഞിട്ട് കുരങ്ങൻ്റെതും എഴുതുക അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ജീവികളുടെ ഇതേപോലെ ആഹാര കാർഡ് തയ്യാറാക്കുക കേട്ടോ. ഇനി കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഇത് നോക്കിയേ, മാന് അല്ലേ. സോറി, ഇവിടെ എന്താണ്? സസ്യത്തിലെ പുൽച്ചാടി കഴിക്കും. അതുപോലെ എന്താണ്, ഇതല്ലേ, കാട്ടുപോത്ത് കഴിക്കും, മാൻ കഴിക്കും അല്ലേ. ഇനി പുൽച്ചാടീനെ കോഴി കഴിക്കും, കോഴീനെ കുറുക്കൻ കഴിക്കും, കുറുക്കനെ കടുവ കഴിക്കും അല്ലേ. അതുപോലെ കാട്ടുപോത്തിനെ കടുവ കഴിക്കും, മാനിനെയും കടുവ കഴിക്കും അല്ലേ. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടുവകൾ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ജീവികളുടെ എണ്ണം വർദ്ധിക്കും അല്ലേ. ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കുക? കുറുക്കൻ്റെ വർദ്ധിക്കും, പോത്തിൻ്റെ വർദ്ധിക്കും, മാൻ്റെ വർദ്ധിക്കും അല്ലേ. മാനുകളുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? മാനുകളുടെ എണ്ണം കൂടിയാൽ എന്താണ് സംഭവിക്കുക? ഈ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, എല്ലാം അവ കഴിക്കും. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? എന്തുകൊണ്ടാണ് നമ്മൾ കടുവനെ സംരക്ഷിക്കുന്നത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ അല്ലേ. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് എന്ത്? കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരിയുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. എന്താണ്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് അല്ലേ. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായി എന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അല്ലേ. അപ്പം അതുപോലെ അധികം എണ്ണം വർദ്ധിക്കും. എണ്ണം വർദ്ധിച്ചാൽ എന്താ സംഭവിക്കുക? അതൊക്കെ നാട്ടിലേക്കൊക്കെ ഇറങ്ങും അല്ലേ. അപ്പോൾ എന്താണ്, ഈ അവസാന കണ്ണിയായ കടുവേനെയും അതുപോലെ എന്താണ് സിംഹത്തെയും അതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് അല്ലേ. അധിനിവേശക്കാർ നോക്കൂ. അധിനിവേശക്കാർ എന്താണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ മുഷി? ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? എന്താണ് ഇവിടെ പറയുന്നത്? ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് അല്ലേ.
ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നുണ്ട്. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഇത് ആഹാരമാക്കുന്നത് അല്ലെ, ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. ഇതിനെ ആരും കഴിക്കുന്നതായി കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയ ആവാസത്തിന് എന്ത് സംഭവിക്കും? നാടൻ മത്സ്യങ്ങളൊക്കെ ഇല്ലാതാവും അല്ലെ. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. അവ മറ്റ് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കുക അല്ലെ. എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? ഏതെല്ലാം ജന്തുക്കളാണെന്നും ഏതെല്ലാം സസ്യങ്ങളാണെന്നൊക്കെയാണ് ശേഖരിക്കേണ്ടത്. എവിടെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാം? മുതിർന്നവരിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിലും മറ്റു രേഖകളിൽ നിന്നും, നിരീക്ഷണത്തിലൂടെ അല്ലേ. അതൊക്കെ എന്താണ് വിവരങ്ങൾ? എവിടുന്നാണ്? നിങ്ങളെ വീട്ടിലുള്ള വലിയ ആൾക്കാരോട് ചോദിക്കുക, അല്ലെങ്കിൽ അയൽപക്കത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള മുതിർന്നവരോട് ചോദിക്കുക അല്ലേ. പിന്നെ മാധ്യമത്തിൽ നിന്ന് അല്ലേ, പേപ്പറിലും ന്യൂസിലൊക്കെ നോക്കുക. പിന്നെ പുസ്തകങ്ങളിലും മറ്റു രേഖകളിലൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾ നിരീക്ഷിക്കുക അല്ലേ. ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം വേണം? ആമുഖം വേണം, ഉദ്ദേശം വേണം, പഠനരീതി വേണം, ദത്തങ്ങളുടെ ശേഖരണം വേണം, അപഗ്രഥനം വേണം, നിഗമനം, നിർദ്ദേശങ്ങൾ, അനുബന്ധ വിവരങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത്? ശേഖരിക്കേണ്ടത് കേട്ടോ. ആഹാരബന്ധം എന്താണ്? ആഹാരബന്ധം ആഹാര ശൃംഖലാജാലം നോക്കൂ, കണ്ടോ? ഈ സസ്യത്തിനെ പുൽച്ചാടി കഴിക്കും, അണ്ണാറക്കണ്ണൻ കഴിക്കും, പുഴു കഴിക്കും അല്ലേ. പുഴുവിനെ കോഴി അല്ലേ, അണ്ണാറക്കണ്ണനെ ആരാണ്? പിന്നെ പുൽച്ചാടീനെ തവള കഴിക്കും, തവളേനെ പാമ്പ് കഴിക്കും അല്ലേ. പിന്നെ അണ്ണാറക്കണ്ണനെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? പൂച്ച കഴിക്കുന്നുണ്ട്, പാമ്പ് കഴിക്കുന്നുണ്ട്, കുറുക്കൻ കഴിക്കുന്നുണ്ട്, കോഴീനെ കുറുക്കൻ കഴിക്കും. ഇനി ഈ പൂച്ചനെയും കുറുക്കനെയും പാമ്പിനെയും ആരാ കഴിക്കുന്നത്? കഴുകൻ കഴിക്കും അല്ലേ. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലെ ചിത്രങ്ങളുണ്ട് അല്ലേ. ഇതിലൊറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? സസ്യം, പുഴു, കോഴി, കുറുക്കൻ, പിന്നെന്താണ്? കഴുകൻ അല്ലേ. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതുക. ഒന്ന് നമുക്ക് ഇത് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. പിന്നെ അടുത്തെന്താണ്? സസ്യം, പിന്നെ അണ്ണാറക്കണ്ണൻ, പിന്നെ പൂച്ച, പിന്നെ കഴുകൻ അല്ലേ. പിന്നെ സസ്യം, പുൽച്ചാടി, പിന്നെ തവള, പാമ്പ്, പിന്നെ കഴുകൻ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ഇനി എന്താണ്? ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണെന്ത്? ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണെന്ത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ കണ്ണി, അവസാന കണ്ണി അല്ലേ. ഒന്നാമത്തെ കണ്ണി പുല്ലാണ് അല്ലേ. പിന്നെ അവസാന കണ്ണി കഴുകൻ. പിന്നെയോ നമുക്ക് പറയാം അല്ലേ, എന്താണ്? പുൽച്ചാടി അല്ലേ. പുൽച്ചാടി പറയാം. അതിനെന്താണ്? അവസാനത്തെ കണ്ണി എന്താ? അവസാനത്തെ കണ്ണി കടുവ എന്നും പറയാം അല്ലേ. കടുവയൊക്കെ കഴിക്കുന്നില്ല. അവസാന കണ്ണി കടുവ പറ്റും, സിംഹം പറ്റും. പിന്നെന്താണ്? പിന്നെ എന്തൊക്കെയാ നോക്കുക കേട്ടോ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവിയ വിഭാഗത്തിൽ നിന്നാണ്? എല്ലാം എന്താണ്? സസ്യാഹാരിയിൽ നിന്നാണ്. എന്താണ്? എല്ലാ ശൃംഖലകളും, ഭക്ഷ്യശൃംഖലകളും ആരംഭിക്കുന്നത് അല്ലേ. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അപ്പോൾ ഫസ്റ്റത്തെ ശൃംഖലകൾ ആരംഭിക്കുന്നത് ഏതിൽ നിന്നാണ്? എന്താണ്? ഈ സസ്യത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ എന്താണ്? സസ്യത്തിനും എന്താണ് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതായത് ഫസ്റ്റിൽ എന്താണ്? അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ അല്ലേ. ഈ സസ്യങ്ങളിലും എന്താണ്? ആഹാര നിർമ്മാണം ഉണ്ട് അല്ലേ. അപ്പം ആ ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ആഹാര ശൃംഖല ഉണ്ട്, അതുപോലെ എന്താണ് ആഹാര ശൃംഖലാജാലം എന്നൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഭക്ഷണത്തിലെ ആദ്യത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്